ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദർശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലയനം യോഗിധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേകരം സർവലോകൈകനാഥം. ഓ നമോ ഭഗവതേ വാസുദേവായ, നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തെ സാഷ്ടാംഗ പ്രണാമം. സുദാമ ബ്രാഹ്മണനെ ഭഗവാൻ അനുഗ്രഹിക്കുന്ന ഭാഗമാണ് ശ്രീകൃഷ്ണ ചരിതാമൃതത്തിൽ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങിയത്. ഭക്തൻ നൽകുന്നതൊന്നും തന്നെ ഭഗവാന് ആവശ്യമില്ല. അദ്ദേഹം സ്വയം പര്യാപ്തമാണ്. ഭക്തൻ എന്തെങ്കിലും ഭഗവാന് നൽകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം താല്പര്യത്തിന് തന്നെയാണ് ഉതകുന്നത്. കാരണം ഭക്തൻ ഭഗവാന് നൽകുന്നത് എന്തും അതിൻ്റെ ഫലം മടങ്ങായി തിരിച്ചു നൽകുന്നു. ഭഗവാന് സമർപ്പിക്കുന്നത് കൊണ്ട് ആർക്കും ഒന്നും നഷ്ടമാകുന്നില്ല. ലക്ഷം മടങ്ങ് ലാഭമേ ഉണ്ടാവുകയുള്ളൂ. പത്രം പുഷ്പം ഫലം തോയം ഓമേ ഭക്ത്യാ പ്രയച്ഛതി എന്ന് ഭക്തിയോടുകൂടി ശ്രദ്ധയോടുകൂടി ഈ പഞ്ചദ്രവ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചാൽ അത് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുമെന്ന് ഭഗവാൻ പറഞ്ഞാലും, പ്രത്യക്ഷത്തിൽ നാം ഭഗവാന്റെ മുമ്പിൽ എന്തൊക്കെ നിവേദ്യമായിക്കൊണ്ട് ആത്മസമർപ്പണത്തോടെ സമർപ്പിച്ചാലും അതൊക്കെ നമ്മളൊക്കെ തന്നെയാണ് എടുത്ത് കഴിക്കുന്നതെന്നർത്ഥം. ഭഗവാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഭക്തൻ നൽകുന്നതൊന്നും തന്നെ ഭഗവാൻ ആവശ്യമില്ല. അദ്ദേഹം സ്വയം പര്യാപ്തമാണ്. അതിൻ്റെ ഏറ്റവും വലിയ തത്വം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആത്മാവിന് അന്നമയമായിട്ടുള്ള ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ കാണുന്ന പ്രസാദങ്ങളൊന്നും ആത്മാവിന് ആവശ്യമില്ല. ഭഗവാൻ എന്ന് പറയുന്നത് ആത്മസ്വരൂപമാണ്. ഈ ആത്മശക്തിക്ക് ഈ പറയുന്ന പ്രത്യക്ഷത്തിൽ പ്രേയസായിട്ടുള്ള നമ്മുടെ ശരീരത്തെ പോഷിപ്പിക്കണമെന്ന് വിചാരിക്കുന്ന അന്നം പോലും ആവശ്യമില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് തന്നെ ഭഗവാന്റെ മുമ്പിൽ നിവേദ്യമായി സമർപ്പിച്ചാലും അത് സങ്കല്പത്തിൽ സമർപ്പിച്ചിട്ട് തിരിച്ച് നമ്മൾ തന്നെയാണ് എടുത്തുപയോഗിക്കുന്നത്. അതുകൊണ്ട് ഈ ആത്മതത്വത്തെ വെളിപ്പെടുത്തുന്നതാണ്. അതാണ് ഇവിടെ എടുത്തു പറയുന്നത്. ഈ ഭക്തൻ പ്രത്യക്ഷത്തിൽ നൽകുന്ന ഈ പറയുന്ന പ്രപഞ്ച വസ്തുക്കളൊന്നും, പ്രത്യക്ഷത്തിൽ കാണുന്ന സൃഷ്ടിയിലുള്ള പഞ്ചദ്രവ്യങ്ങളോ ശരീരത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഉപാധികളോ അലങ്കാര വസ്തുക്കളോ വാട്ടെവർ ഇറ്റ് ഈസ്, എന്തൊക്കെ ഭഗവാനായിക്കൊണ്ട് സമർപ്പിച്ചാലും ഭഗവാൻ അതൊന്നും ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. ഭഗവാൻ സ്വയം പര്യാപ്തമാണ്, സ്വയം ശക്തിയുക്തമാണ്. അതിന് മറ്റൊന്നിൻ്റെ ആവശ്യമില്ല. ഭക്തൻ എന്തെങ്കിലും ഭഗവാന് നൽകുന്നുണ്ടെങ്കിൽ അത് അയാളുടെ സ്വന്തം താല്പര്യത്തിന്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് കൊണ്ടുള്ള പ്രസാദങ്ങളാണ് നമ്മൾ സമർപ്പിക്കുന്നതും. അത് സമർപ്പിച്ച ശേഷം നമ്മൾ തന്നെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. ഇങ്ങനെ ഒരു സമർപ്പണ ഭാവം നമ്മളിൽ ഉണ്ടാകുന്നതിനാണ് ഇങ്ങനെ ഒരു സങ്കല്പം തന്നെ. അപ്പൊ എന്ത് നമ്മൾ ഭക്തിയെ പുരസ്സരം ഭഗവാന് സമർപ്പിക്കുന്നുവോ അതനുസരിച്ചുള്ള അനുഗ്രഹമായിരിക്കും ഭഗവാൻ നൽകുന്നത്. സ്വയം പര്യാപ്തമായിരിക്കുന്ന ശക്തിക്ക് എന്തും ആവശ്യപ്പെട്ടാലും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള ശക്തിയുമുണ്ട്. ഒരിക്കലും അക്ഷയപാത്രമായിട്ട് നിലനിൽക്കുന്ന ഒരു ശക്തിയാണ് ഭഗവാന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ താല്പര്യത്തിന് എന്തെങ്കിലും ഭഗവാൻ സമർപ്പിച്ചാലും ആ താല്പര്യം അനുസരിച്ചു കൊണ്ട് തന്നെ ഭഗവാൻ ഇരട്ടി ഭക്തന് നൽകുകയും ചെയ്യും. അതാണ് ലക്ഷം മടങ്ങ് ലഭിക്കും. അപ്പം 2 പിടി അവല് കൊടുത്തതിന്റെ പരിണതഫലമാണ് കുചേല പത്നിക്കും ഈ സുഖസൗകര്യങ്ങളെല്ലാം ലഭിച്ചത്. ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റത്ത് ജീവിച്ചിരുന്ന അവരെ സുഖസമൃദ്ധിയുടെ എന്ന് വേണ്ട വസിക്കുന്ന ഗ്രഹം കൊട്ടാരമായി മാറി. ആ പ്രദേശം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ വരുന്നു. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ സകല സുലഭ ഐശ്വര്യങ്ങളും കുചേലൻ അകത്ത് കണ്ടു. ഭാര്യയെ തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ അലങ്കാരഭൂഷിതയായിരുന്നു. സ്വർണ്ണാഭരണങ്ങളെ കൊണ്ടും വസ്ത്രങ്ങളെ കൊണ്ടും പട്ടുവസ്ത്രങ്ങളെ കൊണ്ടും കുട്ടികളും എല്ലാവരും തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ 10 മടങ്ങ്, അതായത് 1,00,000 മടങ്ങ് ലാഭമേ ഉണ്ടായുള്ളൂ എന്നർത്ഥം. എന്നാൽ ഇതൊന്നും ഭക്തൻ എന്ന നിലയിൽ കുചേലൻ ഭഗവാനോട് അവിടെ ആവശ്യപ്പെട്ടിട്ട് പോലുമില്ല. അതെല്ലാം മറന്നു. ഭഗവാനെ കണ്ട് ഭഗവാന്റെ സേവനം കണ്ടിട്ട് ഇതെല്ലാം മറന്നു. എന്തിനാണ് വന്നതെന്ന് പോലും മറന്നു. അതിൻ്റെ ലഹരിയിലാണ് തിരിച്ചവിടെ നിന്ന് പോരുന്നത്.
തിരിച്ചു പോരുന്ന ആ ദൂരം അത്രയും തരണം ചെയ്തത് പോലും അറിഞ്ഞില്ല. കാരണം ഈ ഭഗവാന്റെ സേവനങ്ങളെ പറ്റി ചിന്തിച്ചുകൊണ്ട് വന്ന കുചേലന് ഈ വഴിയിലുണ്ടാകുന്ന ക്ലേശങ്ങൾ, അങ്ങോട്ട് പോകുമ്പോൾ ഉണ്ടായിരുന്ന ക്ലേശങ്ങളോ തിരിച്ചു വരുമ്പോഴുള്ള ക്ലേശങ്ങളോ ഒന്നും ലവലേശം അനുഭവിക്കേണ്ടി വന്നില്ല. ആനന്ദമയനായിക്കൊണ്ടാണ് തിരിച്ചു വന്നതെന്നർത്ഥം. അപ്പൊ എല്ലാ തരത്തിലും നോക്കിയാലും ലക്ഷം മടങ്ങാണ് ഭഗവാനിൽ നിന്ന് ഐശ്വര്യങ്ങൾ തിരിച്ചു കിട്ടിയത്, ആനന്ദവും ലഭിച്ചത്. കൃഷ്ണനോട് അത്യന്തം കടപ്പാട് തോന്നിയ ബ്രാഹ്മണൻ ചിന്തിച്ചു, കൃഷ്ണന്റെ സൗഹൃദം നേടാനും അദ്ദേഹത്തിന്റെ സേവനത്തിൽ വ്യാപൃതനാകാനും ജന്മജന്മാന്തരങ്ങൾ സ്നേഹവാത്സല്യങ്ങളോടെ അദ്ദേഹത്തിന്റെ സമർപ്പിതാത്മാവായി തീരാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഐശ്വര്യ സമൃദ്ധികൾ ഒന്നും തന്നെ വേണ്ട. അദ്ദേഹത്തെ സേവിക്കാൻ മറക്കരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുമായിട്ട് എനിക്ക് സമ്പർക്കമുണ്ടാകണം. എൻ്റെ മനസ്സും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ സേവനത്തിൽ നിരതമാകട്ടെ. അമിതമായ ധനൈശ്വര്യങ്ങൾ മൂലം പല രാജാക്കന്മാരും തങ്ങളുടെ ഉന്നത പദവികളിൽ നിന്ന് പതിച്ചു പോകുന്നത് പരമപുരുഷനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനും അറിയാം. അതിനാൽ അല്പം ചില ധന ഐശ്വര്യങ്ങൾ ഭക്തന്മാർ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ അദ്ദേഹം കൊടുക്കില്ല. ഭക്തന്മാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കരുതലുണ്ട്. ഭക്തിയുത സേവനത്തിൽ പക്വത പ്രാപിക്കാത്ത അവസ്ഥയിലുള്ള ഭക്തന് ധനം നൽകിയാൽ അത് ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നതിനായിക്കൊണ്ട് അയാൾക്ക് പതനം സംഭവിച്ചാലോ എന്ന് കരുതി ഭഗവാൻ അയാൾക്ക് ധനം നൽകില്ല. അദ്ദേഹത്തിൻ്റെ പ്രഥമ താല്പര്യം അയാൾക്ക് പതനം സംഭവിക്കരുതെന്നതാണ്. പക്വ ബുദ്ധിയില്ലാത്ത പുത്രന്റെ കയ്യിൽ ഏറെ പണം നൽകാത്തവനും പിൽക്കാലത്ത് പുത്രൻ വളർന്ന് വലുതായി പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അവന് ഭണ്ഡാരപ്പുരം മുഴുവനും ഏൽപ്പിച്ചു കൊടുക്കുന്നവരുമായിരിക്കുന്ന അഭ്യുതകാംക്ഷി ആയ പിതാവിനെ പോലെയാണ് അദ്ദേഹം. ഇവിടെ ആ ഭക്തിയുത സേവനത്തെ, പ്രത്യക്ഷ ഭക്തി എങ്ങനെ പ്രകർഷേണ ഭക്തിയിലേക്ക് മാറ്റാൻ സാധിക്കും എന്നാണ് ഇവിടെ കുചേലൻ നമ്മളിൽ വെളിപ്പെടുത്തി കാണിക്കുന്നത്. അതായത് കൃഷ്ണന്റെ സൗഹൃദം നേടാനും അദ്ദേഹത്തിന്റെ സേവനത്തിൽ വ്യാപൃതനാകാനും ജന്മജന്മാന്തരങ്ങൾ സ്നേഹവാത്സല്യത്തിലൂടെ അദ്ദേഹത്തിൽ സമർപ്പിതാത്മാവായി തീരുവാനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കുചേലൻ ഇത്രയൊക്കെ കിട്ടിയിട്ടും അതിലൊന്നും കണ്ണു മഞ്ഞളിച്ചിട്ടില്ല. ഇത്രയൊക്കെ കണ്ടിട്ടും, ഇത്രയൊക്കെ ഐശ്വര്യങ്ങൾ കണ്ടിട്ടും ഗ്രഹാതുരത്വത്തിലുണ്ടായിരുന്ന ദാരിദ്ര്യം മുഴുവൻ നിർമാർജനം ഭഗവാൻ ഒരു നിമിഷം കൊണ്ട് സാധിച്ചു കൊടുത്തു. എന്നാൽ അതിലൊന്നും അഹങ്കരിക്കാതെ ആ യഥാർത്ഥ ഭക്തന്റെ ലക്ഷണമാണ് ഇവിടെ കുചേലൻ കാണിക്കുന്നത്. അതുകൊണ്ട് ജന്മജന്മാന്തരങ്ങളുടെ പുണ്യമാണ് എനിക്കിപ്പോൾ ലഭിച്ചതെന്നും ഈ ഇത്രയൊക്കെ ഐശ്വര്യങ്ങൾ ലഭിച്ചിട്ടും എനിക്കൊരിക്കലും ഭഗവാനെ മറക്കാതിരിക്കാൻ സാധിക്കണം എന്നതാണ് അനന്യമായ പ്രാർത്ഥന എന്നർത്ഥം. ഐശ്വര്യ സമൃദ്ധികൾ ഒന്നും എനിക്ക് ഇതൊന്നും ആവശ്യമില്ല. യഥാർത്ഥ ഭക്തന് ഈ പറയുന്ന ഐശ്വര്യങ്ങളൊന്നും ആവശ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് എത്തണം. അങ്ങനെ ഒരു വിരക്ത ഭാവം നമുക്കുണ്ടാകണം. എന്തൊക്കെ ലഭിച്ചാലും അതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിൽ നിസ്സംഗത, അതിൽ എത്ര കിട്ടിയാലും അതിവരാത്ത ഒരു ആർത്തിഭാവമോ അതിൽ ഒരു അഹങ്കാരമോ ഒക്കെ കാണിക്കാത്ത ഒരവസ്ഥയ്ക്കാണ് ഇവിടെ നിസ്സംഗഭാവം എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കിട്ടിയാൽ സിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗോച്ചത എന്ന് ഭഗവാൻ പറഞ്ഞ ഒരു ഭക്തി യോഗം എന്ന് പറയുന്നത് യഥാർത്ഥ ഈ കുചേലന്റെ ഭക്തിഭാവത്തെയാണ്. ഇത്രയൊക്കെ ഐശ്വര്യങ്ങൾ കിട്ടിയിട്ടും ആ സ്വന്തം മനസ്സിൽ ഇതൊന്നും ആവശ്യമില്ല എന്നൊരു ഭാവത്തിലാണ്. ഈ ഐശ്വര്യ സമൃദ്ധികൾ ഒന്നും തന്നെ എനിക്ക് വേണ്ട. അദ്ദേഹത്തെ സേവിക്കാൻ മറക്കരുതെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹമുള്ളൂ. കാരണം ഈ ഐശ്വര്യങ്ങളൊക്കെ സാധാരണ ഭക്തിയിൽ നമുക്ക് ലഭിച്ചാൽ അതിൽ നിന്ന് നമുക്ക് മറക്കുക, ഭഗവാനെ മറക്കുക, വന്ന വഴി മറക്കുക, അച്ഛനെ അമ്മയെ മറക്കുക, ഇതിനൊക്കെ കാരണഭൂതന്മാരായിരിക്കുന്ന ആരൊക്കെയുണ്ടോ അവരെയൊക്കെ മറക്കുന്ന ഒരു സ്വഭാവവും നമുക്കുണ്ട്. ഈ മറക്കുന്ന സ്വഭാവവും ഭഗവാനിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇങ്ങനെ ജന്മജന്മാന്തരങ്ങളിലൂടെ ഈ ഐശ്വര്യങ്ങളെല്ലാം വരികയും പോവുകയും ചെയ്യുമ്പോഴാണ് ഇതൊന്നും എനിക്ക് ആവശ്യമില്ല എന്നൊരു വിരക്തി ഭാവത്തിലേക്ക് എത്തുമ്പോഴാണ് ആ ഭക്തൻ യഥാർത്ഥ ഭക്തനായി മാറുക. അവിടെയാണ് കറകളഞ്ഞ ഭക്തി ഉണ്ടാകുക. അതിന് ചിലപ്പോൾ ജന്മജന്മാന്തരങ്ങൾ എടുത്തു എന്നിരിക്കും. നമ്മൾ ഇത്തരത്തിൽ ഭക്തിയുടെ ഭാവത്തിന് അനേക ഘട്ടങ്ങൾ കടക്കേണ്ടിയിരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഭക്തിയുടെ ഈ ഒരു ഭാവം നമുക്ക് കൈവരുന്നത് തന്നെ അനേക ജന്മങ്ങളിൽ നിന്ന് നമ്മുടെ ഈ ജീവാത്മാഭാവം ഹൃദയകമലത്തിൽ എത്തുമ്പോഴാണ് ഇങ്ങനെയുള്ള ഗതിവിഗതികൾ സംഭവിക്കുക. ഭക്തിയിലൂടെ നമുക്ക് വിരക്തി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആദ്യം പ്രേയസായിട്ടും പിന്നെ പ്രകർഷേണയുള്ള ഭക്തിയിൽ നിന്നും ഇത്തരത്തിലൊരു വിരക്തിയും ഉണ്ടാക്കിയെടുക്കുമ്പോഴാണ് നമ്മൾ ഭക്തിയിൽ കറകളഞ്ഞ ഭക്തരായിട്ട് മാറുക. അതാണ് യഥാർത്ഥ ഭക്തി യോഗം എന്ന് പറയുന്നത്.
പിന്നെ കിട്ടുന്ന ഐശ്വര്യം എന്ന് പറയുന്നത് പാപരാഹിത്യം നേടിക്കഴിയുമ്പം യഥാർത്ഥത്തിൽ ജ്ഞാനസിദ്ധിയാണ്. ആ ജ്ഞാനസിദ്ധി ലഭിച്ചാൽ പിന്നെ അതിനൊരിക്കലും കോട്ടം സംഭവിക്കില്ല. ബാക്കി ഭൗതിക നേട്ടങ്ങളും ഈ പറയുന്ന ഇഷ്ടഭോഗങ്ങളൊക്കെ നശിക്കുന്നതാണ്, താൽക്കാലികമായിട്ട് ലഭിക്കുന്നതാണെന്നർത്ഥം. ഇന്നല്ലേ നാളെ അത് നശിച്ചു പോകും എന്നുള്ളത്. ഒരിക്കലും നശിക്കാത്തത് നഹി ജ്ഞാനേന സദൃശം പവിത്രമഹ വിദ്യതേ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് യഥാർത്ഥ ജ്ഞാനം ലഭിക്കണമെങ്കിൽ ഈ പാപരാഹിത്യം വന്ന് വിശുദ്ധി വരുമ്പോൾ, അതായത് വിശുദ്ധി വിശേഷമായിട്ടുള്ള ശുദ്ധി വരുമ്പോൾ, കറകളഞ്ഞ ഭക്തിയിലേക്ക് എത്തുമ്പോഴാണ് ഈ ജ്ഞാനസിദ്ധി ലഭിക്കുക. ആ ജ്ഞാനസിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ കർമ്മഫലം എന്നറിയുന്നത്. ആ സിദ്ധി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നശിക്കില്ല. എത്ര ജന്മജന്മാന്തരങ്ങൾ വരെ ആ ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇതിനിടയ്ക്ക് ഏതെങ്കിലും വിധത്തിൽ അഹങ്കാരം കൊണ്ടോ ജന്മവാസന കൊണ്ടോ കർമ്മവാസന കൊണ്ടോ ആ മേഖലയിൽ നിന്ന് ഭ്രഷ്ടനാക്കപ്പെട്ടാലും നമുക്ക് ഈ പവിത്രതയിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന ജ്ഞാനം ഒരിക്കലും നഷ്ടമാകില്ല. ഏതെങ്കിലും തരത്തിൽ പുരണ്ടാൽ, മാലിന്യങ്ങൾ ഉണ്ടായാൽ അത് ശുദ്ധീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് വീണ്ടും പ്രകാശിക്കുകയും ചെയ്യും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് ഇവിടെ ഭൗതിക ലാഭത്തിൽ നിന്ന് വിരക്തി ഉണ്ടായിക്കൊണ്ട് അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയ ഒരു യഥാർത്ഥ ഭക്തിയോഗിയുടെ, ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിരിക്കുന്ന കുചേലന് എനിക്ക് അങ്ങേയം മറക്കാതിരിക്കണം എന്നൊരൊറ്റ പ്രാർത്ഥനയുള്ളൂ. ഈ പറയുന്ന ഐശ്വര്യങ്ങളൊന്നും എനിക്ക് ആവശ്യമില്ല. പക്ഷേ കുടുംബ പരിപാലനത്തിന് ആവശ്യമായിട്ടുള്ളതെല്ലാം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. അത് ഭാര്യയും കുട്ടികളും ഒക്കെ അനുഭവിച്ചോട്ടെ, വേണമെന്ന് ആഗ്രഹമുള്ളവരൊക്കെ അനുഭവിച്ചോട്ടെ. പക്ഷേ വ്യക്തിഗതമായിട്ട് കുചേലനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ആവശ്യമില്ല. അങ്ങനെ ഒരു വിരക്തഭാവം അനേക ജന്മാന്തരങ്ങളിലൂടെ ഭഗവാന്റെ സ്നേഹവാത്സല്യത്തോടെ ലഭിച്ചതാണെന്നും അങ്ങനെ ഒരു സമർപ്പിതാത്മാവാണ് താനെന്നും ഉള്ള ബോധം കുചേലന് സ്വയമായിട്ടുണ്ടായി എന്നർത്ഥം. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഭക്തിയിലൂടെ ഉയരണം. ഈ കുചേലൻ്റെ ഭക്തിയുക്തമായിട്ടുള്ള യഥാർത്ഥ ഭക്തന്റെ ലക്ഷണത്തോടുകൂടിയ ഭാവത്തേക്ക് ഭാഗവതത്തിൽ നിന്ന് താത്വികമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അനുഭവജ്ഞാനത്തിലൂടെ എത്തണം. ഈ കഥ പല പ്രാവശ്യം വായിച്ചത് കൊണ്ടായില്ല, എത്ര പ്രാവശ്യം പുനരാവർത്തിച്ചത് വായിച്ചതുകൊണ്ടും ആയില്ല. നമ്മളത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കണം. അതാണ് ഇതൊക്കെ, ഈ കഥയൊക്കെ നമുക്ക് വിശ്വാസം തോന്നിയത് കൊണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭഗവാനെ ഒരിക്കലും വിശ്വസിക്കാനുള്ളതല്ല, അനുഭവിച്ചറിയാനുള്ളതാണ്. അപ്പം കുചേലനെ പോലെ ഒരു ഭക്തനായി നിസ്സംഗഭാവത്തിലേക്ക്, യഥാർത്ഥ ഭക്തിയോഗ സിദ്ധിയിലേക്ക് നമുക്കിതൊന്നും ആവശ്യമില്ല എന്നൊരു ഭാവത്തിലേക്ക് വിരക്തി ഭൗതിക ലോകത്തിനോട് നമുക്കുണ്ടാകണം. എന്നിട്ട് ഭഗവാനോട് പ്രാർത്ഥിക്കണം, എനിക്കിതൊന്നും ആവശ്യമില്ല, എനിക്ക് അങ്ങയെ മറക്കാതിരിക്കാനുള്ള കഴിവാണ് എനിക്ക് നൽകേണ്ടത്. എൻ്റെ മനസ്സും പ്രവൃത്തിയും അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ സേവനത്തിൽ നിരതമാകട്ടെ. അമിതമായ ധന ഐശ്വര്യങ്ങൾ മൂലം പല രാജാക്കന്മാരും തങ്ങളുടെ ഉന്നത പദവികളിൽ നിന്ന് പതിച്ചു പോകുന്നത് പരമപുരുഷനായിരിക്കുന്ന ഭഗവാന് നന്നായിട്ടറിയാം. ഇനി ഇഷ്ടഭോഗങ്ങളൊക്കെ ചോദിച്ചാൽ ആർക്ക് എന്ത് കൊടുത്താലും കൊടുക്കുന്നവനാ, ലോഭം കൊടുക്കുന്നവനാ, എന്ത് ചോദിച്ചാലും കൊടുക്കും. പക്ഷെ അവരൊക്കെ ഭാവിയിൽ ഇതൊക്കെ നശിച്ചിട്ട് ദരിദ്രനായിട്ട് മാറിയതും ഭഗവാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അതിനാൽ കുറച്ച് ഭക്തിയിൽ ശ്രേഷ്ഠത വന്നിട്ടുള്ളവർക്ക് അല്പം ചില ധനാഐശ്വര്യങ്ങൾ ഭക്തന്മാർ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ അദ്ദേഹം കൊടുക്കാറില്ല. എത്ര പ്രാവശ്യം ഭക്തിയിൽ കറകളഞ്ഞ ഭക്തിയിലേക്ക് എത്തുന്ന ഒരു ഭക്തന് ആവശ്യപ്പെടുന്നത് എന്തും കൊടുക്കുന്ന ഒരു അവസ്ഥയൊക്കെ ആദ്യമായിരിക്കും ഉണ്ടാകുക. പിന്നെ കുറേശ്ശെ അതിനെ പിൻവലിക്കാൻ തുടങ്ങും, കുറച്ച് ടൈറ്റ് ആക്കാൻ തുടങ്ങും. അങ്ങനെ എളുപ്പമൊന്നും ചോദിച്ചാൽ കൊടുക്കില്ല എന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെ ആവശ്യപ്പെട്ടാൽ പോലും ചിലപ്പോൾ അദ്ദേഹം കൊടുക്കില്ല. കാരണം എന്താ? ഭക്തന്മാരുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് വളരെ കരുതലുണ്ട്. കാരണം ഇവന് ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കുമ്പോഴൊക്കെ കൊടുത്താൽ, നമ്മൾ കുട്ടികൾക്ക് പോലും ശ്രദ്ധിച്ചാൽ അറിയാം, അവർ ചോദിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് തന്നെ ഇഷ്ടങ്ങൾ ഏത് തരത്തിലും അച്ഛനും അമ്മയും സാധിപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അവർ അതിൽ അഹങ്കരിക്കാനും ഇതെല്ലാം മറക്കാനും തോന്നിവാസം പ്രവർത്തിക്കാനും ഒക്കെ ഇടവരും. അതുകൊണ്ട് ഒരു കരുതൽ എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് ഭഗവാൻ ഭക്തിയുടെ സേവനത്തിൽ പക്വത പ്രാപിക്കാത്ത അവസ്ഥയിലുള്ള ഭക്തന് ധനം നൽകിയാൽ ഈ ഭക്തി ലോകത്തിൽ ജീവിക്കുന്നത്, ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നത് കൊണ്ട് അയാൾക്ക് സ്വന്തം പതനം സംഭവിച്ചാലോ എന്ന് കരുതി ഭഗവാൻ അയാൾക്ക് ധനം അങ്ങനെ സുഭിക്ഷമായിട്ട് നൽകില്ല. അദ്ദേഹത്തിൻ്റെ പ്രഥമ താല്പര്യം അയാൾക്ക് പതനം സംഭവിക്കരുതെന്നാണ്. അച്ഛനമ്മമാരുടെ ഒരു കരുതൽ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇന്നത്തെ കാലത്ത് ഉണ്ടായിരിക്കണം. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചോദിക്കുന്നതൊക്കെ കൊടുക്കുമ്പോഴേ ഇന്നത്തെ സമൂഹത്തിൽ ഏറ്റവും വലിയ കുഴപ്പം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കടക്കമുണ്ടായിരുന്ന
ഒരവസ്ഥയാണ്. ഞാൻ അനുഭവിച്ച ക്ലേശങ്ങളൊന്നും എൻ്റെ കുട്ടികൾ അനുഭവിക്കരുത് എന്നുദ്ദേശിച്ചുകൊണ്ട് അവർ ചോദിക്കുന്നതൊക്കെ സുലഭമായിട്ട് ഏതെങ്കിലും തരത്തിലൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടോ കടം വാങ്ങിയിട്ടോ ഏതെങ്കിലും തരത്തിൽ അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അത് മുൻകരുതലില്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവർ ചോദിക്കുന്നതൊക്കെ കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും അവരുടെ ഇഷ്ടങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ നമുക്ക് സംജാതമായി കഴിഞ്ഞാൽ അവിടെ അച്ഛനും മക്കളും തമ്മിൽ ഒരു സ്പർദ്ധ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതാണ് ഇന്ന് പലയിടത്തും സമൂഹത്തിൽ നടക്കുന്നത്. കുട്ടികളുടെ ആവശ്യമുള്ളതൊക്കെ ചോദിക്കുന്നതൊക്കെ അവരുടെ ഇഷ്ടമനുസരിച്ചുകൊണ്ടൊക്കെ സാധിപ്പിച്ചു കൊടുക്കും. അവസാനം ഏതെങ്കിലും ഒരു കാര്യം സാധിപ്പിക്കാൻ പറ്റാതെ വന്നാൽ, അതായത് ഒരു മുൻകരുതൽ എന്നുള്ള നിലക്ക് നീ ചോദിക്കുന്നതല്ല ഞാൻ തരില്ല എന്നൊരവസ്ഥയിൽ പറഞ്ഞാൽ ചിലപ്പം മകൻ അച്ഛനമ്മമാരെ ധിക്കരിക്കുന്നതും അവരെ ഉപദ്രവിക്കുന്നതായിട്ടൊക്കെ ഇന്ന് നമുക്ക് നിത്യം സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് അറിയാൻ സാധിക്കും. അപ്പോൾ ഈ മുൻകരുതൽ ഉണ്ടായിരിക്കണം എന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭഗവാൻ എപ്രകാരമാണോ ഭക്തനോട് ഒരു അനുകമ്പ മൂലം അവൻ ചോദിക്കുന്നതെല്ലാം കൊടുത്തിട്ട് അവന് പതനം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുൻകരുതൽ ഭഗവാൻ ഉണ്ടായിരിക്കുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രഥമ താല്പര്യം അയാൾക്ക് പതനം സംഭവിക്കരുത്. മക്കൾ ഒരിക്കലും നശിച്ചു പോകണമെന്ന് അച്ഛനമ്മമാർ ഒരിക്കലും വിചാരിക്കാല്ല. അവർ ശ്രേയസിലേക്ക് എത്തണം തന്നെയാണ് വിചാരം. അതുകൊണ്ട് ഒരു മുൻകരുതലുണ്ടാകും. എന്നാൽ പക്വബുദ്ധി ഇല്ലാത്ത പുത്രൻ്റെ കയ്യിൽ ഏറെ പണം നൽകാത്തവനും പിൽക്കാലത്ത് പുത്രൻ വളർന്ന് വലുതായി പണം കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ ഭണ്ഡാരപ്പുര തന്നെ താക്കോല് തന്നെ അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള അഭ്യുതകാംക്ഷിയുമായിരിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ് ഭഗവാൻ എന്നർത്ഥം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് അച്ഛനമ്മമാരും കുട്ടികളും നന്നായിട്ട് മനസ്സിലാക്കേണ്ട ഒരു ഭാഗമാണ് ഈ കുചേലവൃത്തത്തിൽ പറയുന്നത്. നമ്മൾ വെറുതെ ഭാഗവതം വായിച്ചു പോയിട്ട് കാര്യമൊന്നുമില്ല. ഇതാണ് ശ്രീകൃഷ്ണ ചരിതാമൃതം ഇത്രയധികം ഗഹനമായിട്ട് ചിന്തിച്ച് പറയാൻ തന്നെ കാരണം. ഇന്ന് പല ഗ്രഹങ്ങളിലും അച്ഛനമ്മമാരെ കുട്ടികൾ മനസ്സിലാക്കുകയോ കുട്ടികളെ അച്ഛനമ്മമാർ വേണ്ട വിധത്തിൽ മുൻകരുതലോ ഇത്തരത്തിലൊരു പക്വതയോടുകൂടി പെരുമാറുന്ന ഒരവസ്ഥ ഇല്ല എന്നർത്ഥം. അത് ഒരുപക്ഷെ അവരനുഭവിച്ച ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കാതിരിക്കട്ടെ, കുട്ടികളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ എന്നുള്ള തുറന്ന മനസ്സോടെയാണ്. പക്ഷേ ഭാവി കാലത്ത് സംഭവിക്കുന്നത് ഇന്ന് പല കുട്ടികളും ലഹരിയിലൊക്കെ അടിമയായി പോയിട്ട് ഇന്ന് ദുഃഖിക്കുന്ന അച്ഛനമ്മമാരുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവരും പുത്രനെ സംബന്ധിച്ച് ദുഃഖിച്ച് കരയുന്ന ഒരു അച്ഛനെ സമൂഹ മാധ്യമത്തിൽ കാണാനിട വന്നു ഈട്. കാരണം എന്താ? അത്തരത്തിൽ പതിച്ചു പോയിരിക്കുന്നു ആ കുട്ടി. ഇതിൻ്റെ അടുത്ത ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാവർക്കും നമസ്കാരം.